നമ്മുടെ ഖുർആൻ പഠന പരമ്പരയുടെ രണ്ടാം ഘട്ടം, അതായത് മദീന അധ്യായങ്ങൾ ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. മദീന അധ്യായങ്ങൾ എന്ന് പറയുമ്പോൾ മക്കയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല എന്ന് ആരും കരുതേണ്ടതില്ല. മക്കയിൽ 13 വർഷം പറഞ്ഞുകൊണ്ടിരുന്ന പയ്യാരങ്ങളും പഴങ്കഥകളും ഭീഷണികളും എല്ലാം അതേപോലെ തന്നെ പുട്ടിന് തേങ്ങയെന്നോണം ആവർത്തിക്കുന്നുണ്ട് മദീന അധ്യായങ്ങളിലും. എന്നാൽ അതിൻ്റെ കൂടെ വേറെ കുറേ കാര്യങ്ങൾ കൂടി വരുന്നു എന്നതുകൊണ്ടാണ് അല്പം വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നത്. മദീനയിലുള്ള അധ്യായങ്ങൾ കൃത്യമായ ക്രോണോളജി അനുസരിച്ച്, അവതരണ സന്ദർഭമനുസരിച്ച് ക്രമീകരിച്ച് ആണ് കൊടുത്തിട്ടുള്ളത് എന്നും കരുതേണ്ടതില്ല. മദീനയിലെ 10 വർഷക്കാലം മുഹമ്മദ് പല സന്ദർഭങ്ങളിലായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം യാതൊരു ക്രമവും മാനദണ്ഡവും ഇല്ലാതെ വാരിക്കൂട്ടി കുറേ വലിയ അധ്യായങ്ങളും കുറേ ചെറിയ അധ്യായങ്ങളും ഒക്കെ ആയിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ഖുർആനിൽ. നമ്മളിന്ന് ചർച്ചക്കെടുക്കുന്നത് മദീന അധ്യായങ്ങളിലെ ആദ്യത്തെ അധ്യായം എന്ന് പറയപ്പെടുന്ന അൽ ബഖറ എന്ന സൂറത്താണ്. ഈ അൽ ബഖറ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമാണ്. 286 വാക്യങ്ങൾ അതിനകത്തുണ്ട്. ഇതാണ് ഇന്ന് നമ്മൾ ഖുർആൻ എടുത്ത് വായിക്കുകയാണെങ്കിൽ ആദ്യം വായിക്കുന്ന അധ്യായം. അൽ ഫാത്തിഹ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രാർത്ഥനാ ഗീതം അതിന് മുമ്പുണ്ട്. അതിനാണ് 1-ാം നമ്പർ കൊടുത്തിട്ടുള്ളത്. 2-ാം നമ്പറിൽ വരുന്ന സൂറത്താണ് അൽ ബഖറ. അൽ ബഖറയിൽ നിന്നാണ് നമ്മൾ വായന തുടങ്ങുന്നത്. ഈ അൽ ബഖറയിൽ മുഹമ്മദ് മദീനയിലെത്തിയ ഉടനെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്. അങ്ങനെയല്ല ഖുർആനിലെ അധ്യായങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. മറിച്ച് 10 കൊല്ലം പല സന്ദർഭങ്ങളിലായി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. കിട്ടിയതെല്ലാം കൂടെ വാരിക്കൂട്ടി യാതൊരു ക്രമവുമില്ലാതെ കുറേ അധ്യായങ്ങളായിട്ട് വേർതിരിച്ച് ഒരു പുസ്തകം ഉണ്ടാക്കി എന്നത് മാത്രമാണ് ഖുർആൻ്റെ രൂപം. ആ അർത്ഥത്തിൽ ഈ അൽ ബഖറ എന്ന സൂറത്ത് ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന മദീന സൂറത്തുകളുടെ മൊത്തം ഒരു ക്രോസ് സെക്ഷൻ ആയിട്ട് എടുക്കാം. അതിലെല്ലാം ആവർത്തിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം കൂടി ചേർന്ന ഒരു അവിയലാണ് ഈ അൽ ബഖറ. ഇതിനകത്ത് പതിവ് ചേരുവകൾക്ക് പുറമേ അന്ധവിശ്വാസത്തിൻ്റെ മഹത്വം ഘോഷിക്കുന്ന വാക്യങ്ങളുണ്ട്. അന്ധവിശ്വാസം എത്രത്തോളം മനുഷ്യർക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങൾ വിവരിക്കുന്ന വാക്യങ്ങളുണ്ട്. ജിഹാദ് അഥവാ യുദ്ധം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത പറയുന്ന കുറേ വാക്യങ്ങളുണ്ട്. കച്ചവടം, ഇടപാട്, പലിശ, സാക്ഷ്യം തുടങ്ങിയിട്ടുള്ള സാമൂഹിക വ്യവഹാരങ്ങളും സാമ്പത്തിക വ്യവഹാരങ്ങളും ഒക്കെ പരാമർശിക്കുന്ന കുറേ വാക്യങ്ങൾ വരുന്നുണ്ട്. കുടുംബജീവിതവും ലൈംഗിക ജീവിതവും ഒക്കെ ആയി ബന്ധപ്പെട്ട നിക്കാഹ്, തലാഖ്, ഇദ്ദ അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രാകൃത കാലത്ത് ഗോത്ര മനുഷ്യർ അനുഷ്ഠിച്ചു വന്നിരുന്ന ഖിസാസ് എന്ന് പറയുന്ന അതിഭീകരമായ ഞെട്ടിക്കുന്ന ഒരു സമ്പ്രദായം പച്ചക്ക് ന്യായീകരിക്കുന്ന കോമഡി ഈ ഖുർആനിൽ നമുക്ക് കാണാം. ഖുർആൻ മക്കയിൽ പ്രധാനമായും അഭിസംബോധന ചെയ്തത് മക്കയിലെ ബഹുദൈവാരാധകരായിരുന്ന മുശ്രിക്കുകളെ ആണെങ്കിൽ മദീനയിൽ അത് കൂടാതെ 2 കൂട്ടരെ കൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് കുറ്റം പറച്ചിലും പയ്യാരം പറച്ചിലും തുടരുന്നുണ്ട്. അതിലൊരു കൂട്ടർ മുഹമ്മദിൻ്റെ കൂടെ വിശ്വാസികളെന്നും പറഞ്ഞ് കൂടിയ മക്കക്കാരിൽ കുറച്ച് പേരും മദീനയിൽ നിന്ന് കുറച്ച് പേരും മുഹമ്മദിന് സംശയമുണ്ടായിരുന്നു, ഇവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണോ അതോ കപടന്മാരാണോ എന്ന്. ആ സംശയം മുന്നിൽ വെച്ചുകൊണ്ട് കപടവിശ്വാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കാടടച്ച് വെടിവെക്കുന്ന കുറേ വാക്യങ്ങൾ ഈ അധ്യായത്തിലും മദീനയിലെ മറ്റ് അധ്യായങ്ങളിലും നമുക്ക് കാണാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ശത്രു വിഭാഗമായിട്ട് ഇതിനകത്ത് പയ്യരം പറയുന്നത് ജൂതന്മാരെക്കുറിച്ചാണ്. ജൂതന്മാരുടെ വിശ്വാസങ്ങളെക്കുറിച്ചും അവരുടെ കിതാബിനെക്കുറിച്ചും അവരുടെ സമീപനങ്ങളെക്കുറിച്ചുമൊക്കെ നിരന്തരമായ അധിക്ഷേപങ്ങൾ ഉയർത്തുന്ന ഒരുപാട് വാക്യങ്ങൾ ഈ അധ്യായത്തിലും തുടർന്നുള്ള അധ്യായങ്ങളിലും കാണാം. ഈ അധ്യായങ്ങളിലൊക്കെ മനുഷ്യരോട് ഇക്കാലത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ ഈ ഖുർആൻ പരിഭാഷപ്പെടുത്തുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത പല ആളുകളും അവർക്ക് തോന്നിയ രീതിയിലുള്ള തരികിടകൾ നടത്തിയതായിട്ടും നമുക്ക് കാണാം. അർത്ഥം മാറ്റിയിട്ടും ആശയം മാറ്റിയിട്ടും വളച്ചൊടിച്ചിട്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം. കാരണം ഇന്നത്തെ കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റാത്ത അത്രയും വൾഗറായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ഈ മതപണ്ഡിതന്മാർക്ക് തന്നെ തോന്നി. അങ്ങനെ പലരും പല രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വ്യാഖ്യാനം ഓവറാകുകയും കാട് കയറുകയും ചെയ്തതിൻ്റെ പേരിൽ പണ്ഡിതന്മാർ പരസ്പരം പഴിചാരുന്ന കോമഡിയും നമുക്ക് തുടർന്ന് വായിക്കാം. അതുകൂടാതെ ഖുർആനിലെ യമണ്ടൻ കോമഡിയായിട്ടുള്ള വെല്ലുവിളി, അള്ളാഹു എന്ന് പറയുന്ന ദൈവം
സൃഷ്ടികളായ മനുഷ്യരെ സാഹിത്യം രചിക്കാൻ വെല്ലുവിളിക്കുന്ന കോമഡിയും ഈ അധ്യായത്തിൽ നമുക്ക് കാണാം. അൽ ബക്കറ എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അർത്ഥം. പശു എന്നൊരു വിഷയത്തെക്കുറിച്ചല്ല ഈ അധ്യായം. എവിടെയോ മൂസക്കഥ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പശുവിനെ അർത്ഥ കഥ പറയുന്നുണ്ട്. ആ പശുവിനെ എടുത്തുകൊണ്ടുവന്നിട്ടാണ് ഈ അധ്യായത്തിൻ്റെ തലക്കെട്ടാക്കി മാറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് അൽ ബക്കറ എന്ന അധ്യായത്തിൻ്റെ ആദ്യത്തെ ഏതാനും വരികൾ പരിശോധിക്കാം. അതിനകത്ത് തന്നെ കാണുന്ന വൈരുദ്ധ്യങ്ങളുടെ കോമഡി നമുക്ക് ആസ്വദിക്കാം. ഇങ്ങനെയാണ് അൽ ബക്കറ അധ്യായം ആരംഭിക്കുന്നത്. അലിഫ് ലാം മീം. ALM എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയുള്ള അറബിയിലുള്ള 3 അക്ഷരങ്ങളാണ് അലിഫ് ലാം മീം. ഇതേ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് അധ്യായങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സമാനമായ കുറേ അധ്യായങ്ങൾ ഖുർആനിലുണ്ട്, പല അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന. ഇതിനെക്കുറിച്ച് ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കൾ ഭിന്ന അഭിപ്രായക്കാരാണ് എന്നും ഓരോരുത്തർക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ച് അർത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഖുർആൻ്റെ തഫ്സീറുകൾ നോക്കിയാൽ നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് ഇതിൻ്റെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ പല വ്യാഖ്യാതാക്കളും നൽകിയത് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അലിഫ് സ്റ്റാൻഡ്സ് ഫോർ അള്ളാഹ്, ലാം ഫോർ ഗബ്രിയൽ ആൻഡ് മീം ഫോർ മുഹമ്മദ്. അപ്പോൾ അള്ളാഹു, ജിബ്രീൽ, മുഹമ്മദ് ഇവരെ 3 പേരുടെയും പേരിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം. ഇറ്റ് ഈസ് ആൾസോ സെറ്റ് അലിഫ് സ്റ്റാൻഡ്സ് ഫോർ അള്ളാഹ്സ് ബ്ലെസ്സിങ്സ്, ലാം ഫോർ ഹിസ് കൈൻഡ്നെസ് ആൻഡ് മീം ഫോർ ഹിസ് ഡൊമിനിയൻ. അള്ളാഹുവിൻ്റെ 3 സവിശേഷ ഗുണങ്ങളെക്കുറിച്ച് 3 അക്ഷരങ്ങളിലൂടെ പറഞ്ഞതാണ് എന്നാണ് മറ്റൊരു വ്യാഖ്യാനം. അടുത്തത്, ഇറ്റ് ഈസ് ആൾസോ സെഡ് ദാറ്റ് അലിഫ് സ്റ്റാൻഡ്സ് ഫോർ ദ ബിഗിനിങ് ഓഫ് ദ നെയിം അള്ളാഹ്, ലാം ഫോർ ദ ബിഗിനിങ് ഓഫ് ഹിസ് നെയിം ദ കൈൻഡ് ലത്തീഫ് ആൻഡ് മീം ഫോർ ദ ബിഗിനിങ് ഓഫ് ഹിസ് നെയിം ദ ഗ്ലോറിയസ് അൽ മജീദ്. അള്ളാഹു, ലത്തീഫ്, മജീദ് 3 അള്ളാഹുവിൻ്റെ തന്നെ പേരുകളെയാണ് ഈ 3 അക്ഷരങ്ങൾ പ്രതിദാനം ചെയ്യുന്നത്. ഇതാണ് ഒരു വ്യാഖ്യാനം. അടുത്തത്, ഇറ്റ് ഈസ് ആൾസോ സെഡ് ദാറ്റ് ഓൺലി അള്ളാഹ് നോസ് ദ മീനിങ് ഓഫ് ദീസ് ഡിസ്ജോയിൻറ്റഡ് ലെറ്റേഴ്സ്. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വ്യാഖ്യാനം. ഇത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നാണ്. ഇനി വേറൊന്നുണ്ട്, സം മെയിൻറ്റെയിൻ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഓത്ത് ദാറ്റ് ഹി മെയ്ഡ്. ചിലർ പറയുന്നത് ഇത് അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് 3 അക്ഷരങ്ങളെ പൊക്കിക്കൊണ്ടെന്നാണെന്ന്. ഇങ്ങനെ എന്താണ് അലിഫ് ലാം മീം എന്ന് 3 അക്ഷരങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞ് ഒടുവിൽ അള്ളാഹുവിനറിയാം എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പുന്നതാണ് തഫ്സീറുകളിലൊക്കെ നമ്മൾ കാണുന്നത്. ജലാലൈനി തഫ്സീറിൽ ഇതൊന്നും പറയാൻ പോയിട്ടില്ല. അലിഫ് ലാം മീം, ഗോഡ് നോസ് ബെസ്റ്റ് വാട്ട് ഹീ മീൻസ് ബൈ ദീസ് ലെറ്റേഴ്സ്. അള്ളാഹുവിന് മാത്രമേ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുള്ളൂ എന്നാണ് ജലാലൈനി തഫ്സീറിൽ എഴുതി വച്ചിട്ടുള്ളത്. ഈ പറഞ്ഞതൊന്നുമല്ലാത്ത വ്യാഖ്യാനങ്ങളും ചില പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. വ്യാഖ്യാനിച്ച് ചിലർ കാട് കയറിപ്പോയതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പരസ്പരം പഴിചാരുന്നതിൻ്റെ കോമഡിയും ഖുർആൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം. ഉദാഹരണമായിട്ട് ഞാൻ കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാരുടെ സുന്നി തഫ്സീറിൽ CN അഹമ്മദ് മൗലവി ഇതിന് വ്യാഖ്യാനം നൽകിയതിനെക്കുറിച്ച് പറയുന്ന ഭാഗം ഞാൻ വായിക്കാം. എന്നാൽ എന്താണ് ഈ കേവലാക്ഷരങ്ങളുടെ അർത്ഥം? വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം അവർക്കൊരു വിശദീകരണവും നൽകിയിട്ടില്ല. അത് അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മതിയാക്കിയിരിക്കുകയാണ്. ഇതാണിപ്പോൾ ജലാലൈനിൽ നമ്മൾ കണ്ടത്. എന്നാൽ ശരിയായ അർത്ഥമോ ഉദ്ദേശ്യമോ ഇല്ലാത്ത ഒന്നും ഖുർആനിൽ ഇല്ല എന്നതിൽ ആർക്കും ഭിന്നിപ്പില്ല. മറ്റു ചില വ്യാഖ്യാതാക്കൾ അവയ്ക്ക് ചില വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ ഉൾക്കൊണ്ട ചില പദങ്ങളുടെ ചുരുക്കമാണെന്ന് ചിലരും സൂറയുടെ പേരാണെന്ന് മറ്റു ചിലരും പറയുന്നു. അത് അള്ളാഹുവിൻ്റെ നാമമാണെന്നും ആ നാമം കൊണ്ട് അവൻ സത്യം ചെയ്തിരിക്കുകയാണെന്നും ഇബ്നു അബ്ബാസ് പ്രസ്താവിച്ചിരിക്കുന്നു. എന്നാൽ CN അഹമ്മദ് മൗലവി തൻ്റെ ഖുർആൻ പരിഭാഷയിൽ പറയുന്നത് ഇതൊരു സത്യവചനമാണെന്നും ഇതിൻ്റെ ഉദ്ദേശ്യം അറബി സാഹിത്യമാണെന്നും ആകുന്നു. അദ്ദേഹം പറയുകയാണ്, അപ്പോൾ സത്യവാചകത്തിൻ്റെ ആകെ സാരം ഇങ്ങനെ വരും: നിങ്ങളുടെ അതിരറ്റ ഭക്തിക്കും പ്രേമത്തിനും പാത്രമായിരിക്കുന്ന അറബി സാഹിത്യത്തെ കൊണ്ട് സത്യം. തുടർന്നുകൊണ്ട് അദ്ദേഹം എഴുതുന്നു, ഈ അക്ഷരങ്ങൾ അറബി സാഹിത്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന അഭിപ്രായം ഇബ്നു കസീർ, സമക്ഷരി, മുബറദ്, ഇബ്നു തൈമിയ, കുത്റുബ്,
ഫർറാ മുതലായി ഒരു വിഭാഗം പണ്ഡിതന്മാർക്കുള്ളതാണ്. എന്നാൽ മൗലവി ചൂണ്ടിക്കാണിച്ചവർ അറബി സാഹിത്യം കൊണ്ട് സത്യമെന്നോ അറബി സാഹിത്യത്തെ ചൂണ്ടിക്കാണിക്കുന്നുവെന്നോ ഇതിനർത്ഥം പറഞ്ഞിട്ടില്ല. അവർ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: അറബികൾക്ക് സുപരിചിതമായ ഇത്തരം അക്ഷരങ്ങൾ കൂടി ചേർന്നതാണ് ഖുർആൻ. എന്നിരിക്കെ തത്തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അവർ അശക്തരായിത്തീരുന്നു എന്നത് ഖുർആൻ്റെ അമാനുഷികത്വത്തെ പ്രകടമാക്കുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാകുന്നു ചില അധ്യായങ്ങളുടെ ആരംഭത്തിൽ ചില കേവലാക്ഷരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ലക്ഷ്യസഹിതം നിയമങ്ങൾ സ്ഥിരപ്പെടുത്തുന്ന പല പണ്ഡിതന്മാരുടെയും അഭിപ്രായമാണെന്ന് റാസി പ്രസ്താവിച്ചിട്ടുണ്ട്. ബൈലാവിയും ഇബ്നു കസീറും ഇതാണ് ബലപ്പെടുത്തിയത്. ആകയാൽ മൗലവി സാഹിബ് തൻ്റെ സ്വന്തം വകയായി ഒരു വ്യാഖ്യാനം കൊടുക്കുകയും എന്നിട്ട് മഹാന്മാരായ പലരുടെയും പേരിൽ അത് ആരോപിക്കുകയും അതുവഴി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. കഷ്ടം. അതിൻ്റെ പ്രത്യാഘാതം അദ്ദേഹം ഒട്ടും ഗൗനിച്ചില്ല. ഈ നയം ഇവിടെ മാത്രമല്ല, തൻ്റെ പരിഭാഷയിൽ പല സ്ഥലത്തും അദ്ദേഹം സ്വീകരിച്ചു കാണുന്നുണ്ട്. മുശ്രിക്കുകൾക്ക് ഖുർആൻ കേൾക്കുമ്പോൾ അസഹ്യമായി തീരുകയും അത് കേൾക്കാതിരിക്കാൻ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തിരുന്നുവെന്നും അതിനാൽ അവർക്ക് സുപരിചിതമായ അക്ഷരങ്ങൾ ആദ്യം അങ്ങ് കേൾപ്പിച്ചാൽ അവരുടെ ഹൃദയങ്ങൾ ഇണക്കുവാനും അതുവഴി ഖുർആൻ കേൾപ്പിക്കുവാനും അത് ഉപകരിക്കുന്നതാണെന്നും അതാണ് ഈ അക്ഷരങ്ങൾ കൊണ്ടുവന്ന യുക്തിയെന്നുമാകുന്നു മറ്റു ചിലരുടെ അഭിപ്രായം. ഈ അഭിപ്രായമാണ് മൗലവി CN അദ്ദേഹത്തിൻ്റെ പരിഭാഷയിൽ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ബലഹീനമായ അഭിപ്രായമാണെന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇത്രയും വായിക്കാൻ കാരണം ഈ ഒരു 3 അക്ഷരം കൊണ്ട് ഇസ്ലാമിക ഖുർആൻ പണ്ഡിതന്മാർ എടങ്ങേറിൻ്റെ ഔലിങ്കഞ്ഞി കുടിക്കുന്ന കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെങ്ങനെയാണ് കോമഡി ആകുന്നത് എന്ന് അടുത്ത വചനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി എന്താണ് ഇതിൻ്റെ യഥാർത്ഥ വസ്തുത? എന്തുകൊണ്ടാണ് മുഹമ്മദിൻ്റെ ഈ വെളിപാടുകളിൽ ഇങ്ങനെ ക പി പൂ എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷരങ്ങൾ വന്നത്? അതിൻ്റെ യഥാർത്ഥ കാരണം നമ്മുടെ മൗദൂദി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. ഇത്തരം കേവലാക്ഷരങ്ങൾ വിശുദ്ധ ഖുർആനിലെ ചില അധ്യായങ്ങളുടെ ആരംഭത്തിൽ കാണപ്പെടുന്നുണ്ട്. ഖുർആൻ അവതരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലെ പ്രതിപാദന രീതികളിൽ ഇത്തരം കേവലാക്ഷരങ്ങളുടെ പ്രയോഗം പൊതുവെ സുപരിചിതമായിരുന്നു. പ്രഭാഷകരും കവികളുമെല്ലാം അന്ന് ഈ രീതി സ്വീകരിക്കാറുണ്ടായിരുന്നു. ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലത്തെ സാഹിത്യങ്ങളിൽ ഇതിനുദാഹരണങ്ങൾ ലഭിക്കുന്നതാണ്. പറയുന്നവർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാവാത്ത വല്ല കടംകഥയോ മറ്റോ ആയിരുന്നില്ല ആ കേവലാക്ഷരങ്ങൾ എന്നും അവയുടെ വിവക്ഷ എന്തെന്ന് ശ്രോതാക്കൾക്ക് പൊതുവെ അറിയാമായിരുന്നുവെന്നും സർവ്വസാധാരണമായ ഈ പ്രയോഗ രീതിയിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അതുകൊണ്ടാണ് നബി തിരുമേനിയുടെ സമകാലീനരായ എതിരാളികൾ ഇതിനെ സംബന്ധിച്ച് പ്രത്യേകം ആക്ഷേപങ്ങളൊന്നും പുറപ്പെടുവിക്കാതിരുന്നത്. അധ്യായങ്ങളുടെ ആരംഭത്തിൽ നിരർത്ഥകമായ ഈ അക്ഷരങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അവരാരും ചോദിക്കുകയുണ്ടായില്ല. മാത്രമല്ല, ആ കേവലാക്ഷരങ്ങളുടെ അർത്ഥമെന്തെന്ന് നബിയുടെ സഖാക്കളിൽ ആരെങ്കിലും തിരുമേനിയോട് അന്വേഷിച്ചതായും തെളിവില്ല. പിൽക്കാലത്ത് ഈ പ്രയോഗ രീതി അറബി ഭാഷയിൽ തീരെ പ്രചാരമറ്റുപോയതോടെ പ്രസ്തുത അക്ഷരങ്ങളുടെ അർത്ഥം നിർണയിക്കുന്നതിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് വിഷമം നേരിടുകയുണ്ടായി. ഇങ്ങനെയാണ് മൗദൂദി പറഞ്ഞു പോകുന്നത്. ഈ പറഞ്ഞതിൽ ഒരു വാസ്തവമുണ്ട്. ഇത് അറബി സാഹിത്യത്തിൽ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ശൈലിയാണ്. അന്നത്തെ അറബി പാട്ട് പാടുന്നവരും കവിത ചൊല്ലുന്നവരും ഒക്കെ ഇതുപോലുള്ള അക്ഷരങ്ങൾ പറഞ്ഞുകൊണ്ട് കവിതകൾ ചൊല്ലുന്ന രീതി ഉണ്ടായിരുന്നു. മുഹമ്മദ് അത് കേട്ട് പരിചയമുള്ളത് കൊണ്ട് അതേ രീതിയിൽ താനും കുറേ പടുപാട്ടുകൾ പാടിയാൽ അറബികളായ മക്കക്കാരെ ആകർഷിക്കാമെന്ന് ചിന്തിക്കുകയും അതനുസരിച്ച് മുഹമ്മദിൻ്റെ കോതപ്പാട്ടുകൾക്ക് മുമ്പിലും പടുപാട്ടുകൾക്ക് മുമ്പിലും ഇതുപോലുള്ള കുറേ അക്ഷരങ്ങൾ എഴുതി വെക്കുകയും ചെയ്തു എന്നതാണ് വാസ്തവം. പ്രപഞ്ച സൃഷ്ടാവായ പടച്ചോൻ ലോഹിൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് തയ്യാറാക്കി വെച്ച ഒരു പുസ്തകത്തിൽ ഹേ ഹി ഹു എന്ന് അറബി ഭാഷയിൽ പറയേണ്ട യാതൊരു കാര്യവുമില്ല. അതിന് മുമ്പിന് വലിയ അർത്ഥമുണ്ട്, അതൊക്കെ അള്ളാഹ്ക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പരിഹാസ്യമായിട്ടുള്ള തർക്കങ്ങൾ ഇതിൻ്റെ പേരിൽ നടത്തേണ്ട കാര്യവുമില്ല. വാസ്തവം മൗദൂദി പറഞ്ഞതാണ്. ഇതൊക്കെ അന്നത്തെ അറബികളുടെ ഓരോ രീതി മുഹമ്മദ് കോപ്പിയടിച്ചതാണ്. മുഹമ്മദിന് കോപ്പിയടി മാത്രമായിരുന്നു പതിവ്. മുഹമ്മദ് ആശയങ്ങൾ കോപ്പിയടിച്ചു, സാഹിത്യം കോപ്പിയടിച്ചു, ഭാഷ കോപ്പിയടിച്ചു, കെട്ടുകഥകൾ കോപ്പിയടിച്ചു, ചുറ്റുപാടിൽ നിന്നും കിട്ടിയതൊക്കെ കോപ്പിയടിച്ച് പകർത്തി വെക്കുകയാണ് അള്ളാഹുവിൻ്റെ പേരിൽ ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ
ഒന്നാം തരം ഒരു ദൃഷ്ടാന്തമാണ് ഈ അലിഫ് ലാം മീം. ഇനിയിപ്പോൾ CN അഹമ്മദ് മൗലവിയും അതുപോലെ പലരും പല അർത്ഥങ്ങളും പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുന്നത് പോലെ നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് തോന്നിയതുപോലെയൊക്കെ ഇതിന് അർത്ഥം കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു ലാത്ത മനാത്ത എന്നായിക്കൂടെ, വളരെ കൃത്യമായിട്ട് അലിഫ് ലാം മീം എന്നതിന് ചേരുന്നതാണ് ആ അർത്ഥം. അതെന്തായാലും കൊടുക്കാത്തത്? അവിടെ ജിബ്രീലിൻ്റെ പേരും മറ്റവൻ്റെ പേരും മുഹമ്മദിൻ്റെ പേരും ഒക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് പോലെ ലാത്തയുടെയും മനാത്തയുടെയും പേര് വെച്ചാൽ വളരെ കൃത്യമായിട്ട്, അത് മക്കക്കാരെ ലാത്തയുടെയും മനാത്തയും പേര് പറഞ്ഞുകൊണ്ട് ആകർഷിക്കാൻ വേണ്ടി മുഹമ്മദ് പറഞ്ഞതാവാലോ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത് ഏംഗൽസ്, ലെനിൻ, മാർക്സ് എന്നാണ് പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചൂടെ? ഇങ്ങനെ പലതും ചെയ്യാൻ പറ്റും. ഇനി അതൊന്നും വേണ്ട. ഈ ജിബ്രീൽ മുഹമ്മദിൻ്റെ അടുത്തേക്ക് ആയത്തും കൊണ്ടുവന്നപ്പോൾ ആയത്ത് പറയുന്നതിൻ്റെ മുമ്പ് ജിബ്രീൽ തൊണ്ട അനക്കി ശരിയാക്കിയതാണെങ്കിലോ, നമ്മളിതുപോലെ ചുമച്ചിട്ടും ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തൊണ്ടയൊന്ന് ശരിയാക്കിയതിന് ശേഷമാണ് നമ്മൾ വർത്തമാനം പറഞ്ഞു തുടങ്ങുക. അങ്ങനെ ജിബ്രീലിൻ്റെ തൊണ്ട ശരിയാക്കാൻ വേണ്ടി ഹൂ എന്ന് പറഞ്ഞതൊക്കെ ആയത്താണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് മുഹമ്മദ് അവിടുന്ന് കൊണ്ടുവന്നതാവാം. അതല്ലെങ്കിൽ ഏതായത്തിറക്കുമ്പോഴും അതിലൊക്കെ ഇടങ്കോലിടുക എന്നുള്ള പതിവ് ഇബ്ലീസിനുണ്ട് എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ. അങ്ങനെയാണെങ്കിൽ മുഹമ്മദിൻ്റെ അടുത്തേക്ക് ജിബ്രീൽ ആയത്തും കൊണ്ടുവരുമ്പോൾ ജിബ്രീൽ അത് പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഇബ്ലീസ് വന്നിട്ട് ഹൂ എന്ന് പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കിയതാണെങ്കിലോ? ഇബ്ലീസിന് അങ്ങനെ ഒരു പതിവുണ്ട് എന്ന് ഹദീസുകളിൽ പറയുന്നുണ്ട്. ബാങ്ക് വിളി കേൾക്കുക അല്ലെങ്കിൽ ഖുർആനോത്ത് കേൾക്കുകയൊക്കെ ചെയ്താൽ അവിടെ വന്നിട്ട് ഇബ്ലീസ് വളിയിട്ട് ഒച്ച ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. അങ്ങനെ മുഹമ്മദിൻ്റെ അടുത്ത് ജിബ്രീൽ ഖുർആൻ ഓതി കേൾപ്പിക്കുമ്പോൾ ഈ ഇബ്ലീസ് വന്നിട്ട് വളിയിട്ട ശബ്ദമാവാൻ സാധ്യതയില്ലേ? അങ്ങനെ പല സാധ്യതകളുണ്ട്. ഇനിയിപ്പോൾ അള്ളാഹു തന്നെ ജിബ്രീലിൻ്റെ അടുത്തേക്ക് ഈ ആയത്തുകൾ കൊടുത്തയക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കസേരയിൽ ഇരുന്നിട്ട് തൊണ്ട അനക്കി ഒന്ന് ശരിയാക്കിയതാണ്. അപ്പോൾ അത് ആയത്താണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ജിബ്രീൽ ഇങ്ങോട്ട് താങ്ങിക്കൊണ്ട് വന്നതാണോ? ഇതൊന്നും അറിയില്ല. എന്തായാലും ഇതൊക്കെ അള്ളാഹ്ക്കേ അറിയുള്ളൂ എന്നാണ് ജലാലൈനി തഫ്സീറിൽ പറയുന്നത്. അത് തന്നെയാണ് ഊറ്റനാട് തഫ്സീറിലും പറയുന്നത്. അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം, എന്തിനാണ് ഈ 7ാമത്തെ ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് ജിബ്രീൽ ഇങ്ങോട്ട് താങ്ങിക്കൊണ്ടുവന്നത്? എന്തിനാണ് അള്ളാഹു ജിബ്രീലിൻ്റെ അടുത്ത് ഇത് ചാക്കിൽ കെട്ടിങ്ങോട്ട് കൊടുത്തയച്ചത്? ഇതിൻ്റെ ഉത്തരം പറയണ്ടേ? അള്ളാഹു ആവശ്യമില്ലാത്തൊരു കാര്യം നമ്മളുടെ മുമ്പിലേക്ക് മനുഷ്യന്മാർക്ക് ലോകാവസാനം വരേക്കും മാർഗദർശനം നൽകാൻ വേണ്ടിയിട്ടൊരു വേദഗ്രന്ഥം കൊടുത്തയക്കുമ്പോൾ അതിനകത്ത് ഒരു കാര്യവുമില്ലാതെ, ഒരർത്ഥവുമില്ലാതെ, ഒരാവശ്യമില്ലാതെ മനുഷ്യന്മാരെ തമ്മിൽ തർക്കിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രം അതിനകത്ത് ഇതുപോലെയുള്ള ഹീ ഹൂ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ വെച്ച് കെട്ടിങ്ങോട്ട് കൊടുത്തയച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒരു നല്ല മനസ്സില്ല ഉണ്ടായിരുന്നത് ഇത് കൊടുത്തയക്കുമ്പോൾ എന്നല്ല അതിൻ്റെ അർത്ഥം. കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് അള്ളാഹുവിന് ഈ കിതാബ് കൊടുത്തയക്കുമ്പോൾ ഉണ്ടായിരുന്നത് എന്നല്ല ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തുടക്കത്തിൽ തന്നെ സംശയത്തിൻ്റെ പടുകുഴിയിലേക്ക് വിശ്വാസികളെ തള്ളിയിടുന്ന ഒരു വാക്യം കൊണ്ട് തുടങ്ങിയിട്ട് അടുത്ത വാക്യത്തിൽ എന്താണ് പറയുന്നത്? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. എന്താ അതിൻ്റെ അർത്ഥം? ദാലിക്കൽ കിതാബ്, ആ കിതാബ്, ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല, ഹുദൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് ഹുദയാണ്, മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണ്. ആരാണ് മുത്തഖീങ്ങൾ? അതൊരു തർക്ക വിഷയമാണ്. എന്തൊക്കെയാണ് അതിൻ്റെ മുത്തഖീങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. ഏതായാലും മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയായ ആ കിതാബിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. കിതാബ്, ആ കാര്യത്തിൽ പണ്ഡിതന്മാരുടെ തർക്കം തീർന്നിട്ടില്ല, സംശയം തീർന്നിട്ടില്ല. ഏത് കിതാബിനെ കുറിച്ചാണ് ഇവിടെ ആ കിതാബ് എന്ന് പറഞ്ഞത്? ദാലിക്കൽ കിതാബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കിതാബ് എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് ഖുർആനാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ ദാലിക്ക പറഞ്ഞതുകൊണ്ട്, ആ കിതാബ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഖുർആനാണോ എന്ന കാര്യത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾക്ക് ഉറപ്പില്ല, സംശയങ്ങളുണ്ട്. ഇതാ ഇബ്നു അബ്ബാസ് എഴുതി വെച്ചേക്കണ നോക്കൂ. ആ കിതാബ് എന്നത് പറഞ്ഞതിനെക്കുറിച്ച് അത് ഗാർഡഡ് ടാബ്ലറ്റ് അഥവാ ലൗഹുൽ മഹ്ഫൂദാണ് എന്നൊരഭിപ്രായമുണ്ട്. മാത്രമല്ല, ദിസ് ഈസ് ദ ബുക്ക് ദാറ്റ് ഐ പ്രോമിസ് ടു റിവീൽ ടു യു ഓൺ ദ ഡേ ഓഫ് ദി കവനൻറ്റ് യൗമുൽ മീസാഖ്. ഈ യൗമുൽ മീസാഖിൻ്റെ അന്ന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ പുസ്തകമാണ് എന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട്. അതുകൂടാതെ തോറയും ഗോസ്പലും തൗറാത്തും ഇഞ്ചീലുമാണ് എന്ന് വേറൊരു കൂട്ടർ പറയുന്നുണ്ട്. അപ്പോൾ ആ കിതാബ് എന്ന് പറഞ്ഞാൽ ഏത് കിതാബാണ് എന്ന് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഖുർആനാണ് എന്ന് പറയുന്നു, ലൗഹുൽ മഹ്ഫൂദാണ് എന്ന് പറയുന്നു, യൗമുൽ മീസാഖിൽ ഓഫർ ചെയ്തിട്ടുള്ള കിതാബാണ് എന്ന് പറയുന്നു, തൗറാത്തും ഇഞ്ചീലും പോലുള്ള പൂർവീകരുടെ കിതാബാണ് എന്ന് പറയുന്നു. അപ്പോൾ ആ കിതാബ് ഏതാണ് എന്ന കാര്യത്തിൽ
സംശയം തീർന്നിട്ടില്ല, ഇപ്പോഴും സംശയത്തിലാണ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന കാര്യത്തിൽ സംശയത്തിൻ്റെ പടുകുഴിയിലാണ് ഇസ്ലാമിക പണ്ഡിത ലോകം. അത് കഴിഞ്ഞിട്ട് യാ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞത് ഏത് കിതാബാണ് എന്ന കാര്യത്തിലും സംശയം തീർന്നിട്ടില്ല പണ്ഡിത ലോകത്ത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല. ഏതിലാണ് സംശയമില്ലാത്തത് എന്ന കാര്യം പോലും സംശയത്തിലാണ്. ഏത് കിതാബിലാണ് സംശയമില്ലാത്തത് എന്ന കാര്യം പോലും തീർച്ചപ്പെടുത്തിയിട്ടില്ല. എന്നിട്ട് പറയാണ് സംശയമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഹുദയാണ്. എന്ത് ഹുദയാണ് ഇതിലുള്ളത്? സംശയമില്ലാത്ത പുസ്തകം എന്ന് പറയുന്നത് ഏത് പുസ്തകമാണ് എന്ന കാര്യത്തിൽ പോലും സംശയം തീർന്നിട്ടില്ല. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിൽ ലോകാവസാനം വരെ സംശയം തീരുമില്ല. എന്നിട്ട് പറയാണ് അതിൽ യാതൊരു സംശയവുമില്ല എന്ന്. ഇതാണ് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വരികളിൽ തന്നെയുള്ള വൈരുദ്ധ്യങ്ങളുടെ കോമഡി എന്ന് പറഞ്ഞത്. ഇതിനകത്ത് യൗമുൽ മീസാഖിൻ്റെ അന്ന് ഓഫർ ചെയ്ത കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ യൗമുൽ മീസാഖ്? അത് വേറെ ഒരു കോമഡിയാണ്. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, ആദം നബി തന്നെ ജനിക്കുന്നതിന് മുമ്പ് നമ്മളുടെയൊക്കെ എന്തോ ഒരു സാധനം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരായിട്ട് അള്ളാഹുവുമായിട്ടൊരു ഉടമ്പടി നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ ഉടമ്പടി ദിവസമാണ് യൗമുൽ മീസാഖ്. എല്ലാ മനുഷ്യരും ജനിക്കുന്നതിന് മുമ്പ് അള്ളാഹുവായിട്ട് ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ നമ്മളെ ജനിപ്പിച്ചാൽ നമ്മൾ നിങ്ങളെ നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂപ്പർക്ക് കരാർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒപ്പിട്ട് കൊടുത്ത കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഈ കോമഡി കഥയിലെ യൗമുൽ മീസാഖിൻ്റെ അന്ന് അള്ളാഹു ഇങ്ങോട്ട് ഓഫർ ചെയ്തതാണ് അത്രേ, നിങ്ങൾക്ക് ഞാൻ കിതാബുകൾ കൊടുത്തേക്കും എന്നുള്ളത്. ആ ഓഫർ ചെയ്ത കിതാബ് എന്നാണ് പോലും ഇവിടെ ദാലിക്കൽ കിതാബ്, ആ കിതാബ് എന്ന് പറയാൻ കാരണം. ഈ കിതാബ് എന്ന് പറയാതെ ആ കിതാബ് എന്ന് പറയാൻ കാരണം അന്ന് ഓഫർ ചെയ്ത ആ കിതാബാണ് എന്ന അർത്ഥമുള്ളത് കൊണ്ടാണ് എന്നാണ് ഇവിടെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാലത്തും സംശയം തീരാത്ത 2 വാക്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് യാതൊരു സംശയവുമില്ല എന്ന വിരോധാഭാസം ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വഴികാട്ടിയാണ്. ആരാണ് മുത്തഖീങ്ങൾ? മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയുള്ളവർ, ഭയഭക്തിയുള്ളവർ എന്നൊക്കെയാണ് അർത്ഥമായിട്ട് പറയുന്നത്. അത് വിശ്വാസികളുടെ കൂട്ടത്തിലെ ഏറ്റവും കടുത്ത അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകളെയാണ് പോലും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കടുത്ത അന്ധവിശ്വാസികൾക്ക് ഇത് ഒരു ഹുദയാണ്, ഇതൊരു വഴികാട്ടിയാണ് എന്നാണ് പറയുന്നത്. ഇനി ആരാണ് മുത്തഖീങ്ങൾ എന്ന് വിശദീകരിക്കുന്നതാണ് അടുത്ത വാക്യങ്ങൾ. നോക്കുക. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യുഖീമൂന സ്വലാത്ത വ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഇതാണ് 3ാമത്തെ വാക്യം. ഇത് ആരാണ് മുത്തഖീങ്ങൾ എന്നതിൻ്റെ വിശദീകരണമാണ്. ഗൈബിൽ വിശ്വസിക്കുകയും നിസ്കാരം നിർവഹിക്കുകയും ഞാൻ കൊടുത്ത മുതൽ ചെലവഴിക്കുകയും ചെയ്യുന്നവർ. ഇതാണ് മുത്തഖീങ്ങളുടെ 3 ലക്ഷണങ്ങളായിട്ട് ആദ്യം പറയുന്നത്. മുത്തഖീങ്ങൾ അന്ധവിശ്വാസികളായിരിക്കണം. ഗൈബിൽ വിശ്വസിക്കുന്നവർ എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി ഏത് പൊട്ടക്കഥയും വിശ്വസിക്കാൻ തയ്യാറാവുന്ന അന്ധവിശ്വാസികളെയാണ് ഗൈബ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ഏതൊക്കെ അന്ധവിശ്വാസങ്ങളിലാണ് വിശ്വസിക്കേണ്ടത് എന്ന കാര്യവും ഒരു കോമഡിയാണ്. അത് ഈ കിതാബിൽ പറഞ്ഞ അന്ധവിശ്വാസങ്ങൾ മാത്രം വിശ്വസിച്ചാൽ മതിയോ, അതോ മുമ്പ് കൊടുത്തയച്ച കിതാബുകളിലുണ്ട് എന്ന് പറയപ്പെടുന്ന അന്ധവിശ്വാസങ്ങളിൽ മുഴുവൻ വിശ്വസിക്കണോ, അതോ ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ ഗൈബ് അന്ധവിശ്വാസങ്ങളിലും വിശ്വസിക്കണോ എന്നൊന്നും അറിയില്ല. ഏതായാലും അന്ധമായി വിശ്വസിക്കുന്നവരാണ് മുത്തഖീങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞത്. അവർക്കാണ് ഈ കിതാബ് കൊണ്ട് വഴികാട്ടപ്പെടുക. വയുഖീമൂന സ്വലാത്ത, നിസ്കാരം നിർവഹിക്കുന്നവർ, പിന്നെ ഞാൻ കൊടുത്ത മുതൽ ചിലവാക്കുന്നവർ. ഈ 3 ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഗൈബ്? ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യ കാര്യങ്ങളിൽ, മറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെയാണ് പോലെ അർത്ഥം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത ഏത് കെട്ടുകഥയിലെ അന്ധവിശ്വാസവും നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കണം. അതാണ് ഒരു മുത്തഖീൻ്റെ ലക്ഷണം. തെളിവ് ചോദിക്കരുത്, കാണണമെന്ന് വാശി പിടിക്കരുത്, അറിയണമെന്നും അനുഭവിക്കണമെന്നൊന്നും ചാട്യം പിടിക്കരുത്. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പൊട്ടക്കഥ പറഞ്ഞാൽ അത് കണ്ണും പൂട്ടി വിശ്വസിക്കുക. ആ വിശ്വാസശീലത്തിലാണ് ഈ ഗൈബിൽ വിശ്വസിക്കുന്ന ഈമാൻ കൊള്ളുന്നവർ എന്ന് പ്രയോഗിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് പോലും മുത്തഖീങ്ങൾ. അങ്ങനെയുള്ളവർക്കാണ് പോലും ഈ ഖുർആനിൽ വഴി കാണിക്കുക. വേറെ ചിന്തിക്കുന്ന ആളുകൾക്കും കാര്യങ്ങൾ ബോധ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊന്നും ഖുർആനിൽ നിന്ന് യാതൊരു വഴിയും
കാണാൻ കഴിയില്ല എന്നർത്ഥം. ഇവിടെ വളരെ മൗലികമായിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ കുറേ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു നല്ല ഗുണമാണോ? അല്ല എന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. ഇനി ഗൈബിൽ വിശ്വസിക്കണമെങ്കിൽ ഏത് ഗൈബിലാണ് നമ്മൾ വിശ്വസിക്കുക? നമ്മുടെ മുമ്പിൽ ഒരുപാട് ഗൈബുകളുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അറേബ്യയിലെ ഗൈബുകൾ നമ്മൾക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ 30 ഗൈബുകളുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു ഗൈബിൽ വിശ്വാസം കൊള്ളുന്നത്? ക്രിസ്ത്യാനിറ്റിയിലെയും ഇസ്ലാമിലെയും ജൂതമതത്തിലെയും ഒക്കെ ഗൈബുകൾ എന്തിനാണ് നമ്മൾ സ്വീകരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഗൈബിന് വല്ല കുറവുണ്ടോ? എന്താ ഗൈബ് എന്ന് പറഞ്ഞാൽ ഭൂതപ്രേത പിശാചുക്കൾ, പിന്നെ കൂടോത്രം, മാരണം, കണ്ണേറ്, ജിന്ന്, മലക്ക്, ഇതൊക്കെയാണ് ഗൈബ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും മനുഷ്യന്മാർ പണ്ട് മുതലേ വിശ്വസിച്ച് പോരുന്ന വിഡ്ഢിവിശ്വാസങ്ങളും കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളുമാണ് ഗൈബെങ്കിൽ പള്ളർച്ച് വിശ്വസിക്കാനുള്ള ഗൈബ് 30 ഗൈബ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമുക്ക് പ്രേതത്തിൽ വിശ്വസിച്ചുകൂടെ? ഇസ്ലാമിൽ പറയുന്ന പരലോകത്തെ പുനർജന്മം എന്നതിന് പകരം ഇവിടെ ഹിന്ദു മതത്തിൽ പറയുന്ന ഇഹലോകത്തെ പൂർവ്വജന്മവും മുജ്ജന്മവും പുനർജന്മവും വിശ്വസിച്ചൂടെ? മുജ്ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതെന്നും ഈ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അടുത്ത ജന്മത്തിൽ അനുഭവിക്കുമെന്നും അങ്ങനെ കുറേ ജന്മങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുകയെന്നും ഏറ്റവും അവസാനം പരമാത്മാവിൽ തന്നെ മനുഷ്യൻ തിരിച്ച് ലയിച്ച് ചേരും, അതാണ് മോക്ഷം എന്നൊക്കെയാണ് ഹിന്ദു മതത്തിലെ ഗൈബ്. എന്താപ്പോൾ ആ ഗൈബിനൊരു കുറവ്? ആ ഗൈബ് ഈ ഗൈബിനേക്കാളൊക്കെ എത്രയോ നിലവാരമുള്ള ഗൈബാണ്. നമുക്ക് പരലോകത്തിൽ എന്നാൽ കൂർത്ത മലയുള്ള പെണ്ണുങ്ങളെയും ചങ്ക് കുത്താത്ത കള്ളും കുടിച്ച് അവിടെ അങ്ങനെ കൂടാമെന്ന് പറയുന്ന വഷളത്തരത്തിനേക്കാൾ എത്രയോ നിലവാരമുള്ള കഥയാണ് നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ പരമാത്മാവിൽ ചെന്ന് ലയിച്ച് ദൈവമായി മാറാം, പൂർണ്ണത കൈവരിക്കാം, അതല്ലെങ്കിൽ മോക്ഷം നേടാം എന്ന് പറയുന്ന ഈ ഗൈബ്. അപ്പോൾ മുജ്ജന്മത്തിൽ വിശ്വസിക്കുക, പുനർജന്മത്തിൽ വിശ്വസിക്കുക, മോക്ഷത്തിൽ വിശ്വസിക്കുക എന്നതൊക്കെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഗൈബാണ്, നിലവാരം കൂടിയ ഗൈബാണ്. ഈ അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗൈബിനേക്കാൾ എത്രയോ നിലവാരമുള്ള ഗൈബ് നമ്മുടെ നാട്ടിലുണ്ട്. ആ ഗൈബ് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ മുത്തക്കിയാവോ ഇല്ലേ? അതാവുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ഈ ഇറക്കുമതി ചെയ്ത ഗൈബിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ മനുഷ്യർക്ക് ഗൈബിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരു ഗുണമാണെങ്കിൽ അവനവൻ്റെ നാട്ടിലുള്ള നിലവാരം കൂടിയ ഗൈബ് തന്നെ വിശ്വസിക്കാം എന്നിരിക്കെ പിന്നെ എന്തിനാണ് മറ്റ് ഗൈബും തെരഞ്ഞു പോകുന്നത്? ഇനി അതല്ല, ഈ ഗൈബ് മോശമാണ്, ആ ഗൈബാണ് മുന്തിയത് എങ്കിൽ എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് നിങ്ങളത് പറയുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തണം. അനേകം ഗൈബുകൾ ലോകത്തുണ്ട്. ഓരോ നാട്ടിലും ഇതുപോലുള്ള കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും നിരവധിയുണ്ട്. അതിൽ നിലവാരമുള്ളതും നിലവാരം കുറഞ്ഞതും ഒക്കെ ഉണ്ട്. ആ നിലവാരം തന്നെ നമ്മൾ നിശ്ചയിക്കുന്നത് നമ്മുടെ യുക്തിചിന്തയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഏത് മാനദണ്ഡം അനുസരിച്ചാണ് ഈ ഗൈബുകളിൽ നിന്ന് നമ്മൾ ശരിയായ ഗൈബ് സ്വീകരിക്കുക, അതോ നാട്ടിൽ ലോകത്തുള്ള മുഴുവൻ ഗൈബും നമ്മൾ ഈമാൻ കൊള്ളണോ? ഇതൊക്കെ അടിസ്ഥാനപരമായ ചോദ്യമാണ്. അപ്പോൾ ഗൈബിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അന്ധമായി വിശ്വസിക്കുക, ഒരു അന്ധവിശ്വാസിയാവുക എന്നാണ് അർത്ഥം. അന്ധവിശ്വാസികൾക്ക് മാത്രമേ ഖുർആൻ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ എന്ന് പറഞ്ഞാൽ അതോടുകൂടി തന്നെ ഈ ഖുർആൻ്റെ മാർക്ക് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നിസ്കരിക്കുന്നവർക്കും പണം ചെലവഴിക്കുന്നവർക്കുമാണ് മുത്തക്കീങ്ങൾ എന്ന് പറയുക, അവർക്കാണ് ഇതുകൊണ്ട് മെച്ചം കിട്ടുക എന്നാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്, പൈസ ഉള്ളവർക്ക് മാത്രമേ ഈ ഖുർആൻ കൊണ്ട് കാര്യമുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു കൊടുത്ത പൈസ ചിലവാക്കുന്നവരെന്ന് പറഞ്ഞാൽ അള്ളാഹു പൈസ കൊടുത്തവർക്കല്ലേ ചിലവാക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു നിർദ്ദേശിച്ചതനുസരിച്ച് പണം ചെലവഴിക്കുക എന്നാണ് പോലും ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിലെന്തൊക്കെ വരുന്നുണ്ട്? അതിൽ സക്കാത്ത് വരുന്നുണ്ട്, പിന്നെ ഹജ്ജ് ചെയ്യാൻ പോകുന്നുണ്ട്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൈസ ഉള്ളവർക്ക് മാത്രമേ ഇസ്ലാമിൽ അള്ളാഹു നിർദ്ദേശിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ട് സ്വർഗം നേടാൻ കഴിയുള്ളൂ എന്നതാണ് ഖുർആനിലെ ഏറ്റവും ദയനീയമായിട്ടുള്ള മറ്റൊരു വസ്തുത. നിസ്കാരം, നോൽമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇതൊക്കെ പൈസ ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കൂലിപ്പണി എടുത്തിട്ട് കുടുംബം പുലർത്തുന്ന ഒരാൾക്ക് ദിവസം 5 നേരം നിസ്കരിക്കാൻ പോലും പറ്റില്ല. അയാൾക്ക് നോമ്പ് നോറ്റ് പട്ടിണി കിടന്നിട്ട് പണിക്ക് പോകാൻ പറ്റില്ല. അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല, കാരണം അയാളുടെ കയ്യിൽ കാശില്ല. അയാൾ സക്കാത്ത് വാങ്ങാൻ പോകേണ്ട എരപ്പാളിയാണ്. അപ്പോൾ അയാൾക്ക് സക്കാത്ത് കൊടുക്കുന്ന കൂലിയില്ല. ഹജ്ജ് അയാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, കാരണം അറേബ്യയിൽ പോയിട്ട് ഹജ്ജ് ചെയ്യാൻ ഒരുപാട് പൈസ വേണം. അപ്പോൾ ഒരു പാവപ്പെട്ട തൊഴിലാളിയായിട്ട് ജീവിക്കേണ്ടി വന്ന, കൂലിപ്പണിയെടുത്ത് ജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യന് നിസ്കാരവും ഇല്ല, സക്കാത്തും ഇല്ല, നോൽമ്പും ഇല്ല, ഹജ്ജും ഇല്ല.
ഓരോട്ട് മുത്തക്കിയല്ല. കാരണം ഓന് അള്ള കൊടുത്ത പൈസ ചിലവാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഓൻ ഈ മുത്തക്കീൻ്റെ പട്ടികയിലോട്ട് വരുന്നുമില്ല. അപ്പോൾ പാവപ്പെട്ട മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ വകയില്ല, ഓൻ നരകത്തിൽ കിടന്നോട്ടെ എന്നാണ് ഈ പഠിച്ചോൻ പറയുന്നത് എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇനി ഈ മുത്തക്കീൻ്റെ അടുത്ത ലക്ഷണം അടുത്ത വാക്യത്തിൽ നോക്കുക. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽആഖിറതിഹും യൂഖിനൂൻ. നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ടതിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ മുത്തക്കീങ്ങൾ എന്നാണ് ഈ വാക്യത്തിൽ പറയുന്നത്. ഇവിടെയുണ്ട് പ്രശ്നം, തീരാത്ത സംശയം ഇവിടെ ബാക്കിയുണ്ട്. ഇവിടെ പറയുന്നത് നിനക്ക് കൊടുത്തയച്ചതിൽ വിശ്വസിക്കണം, അത് ഖുർആനാണ് എന്നാണ് വ്യാഖ്യാനം. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. നിനക്ക് കൊടുത്തയച്ചതിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് നിനക്ക് കൊടുത്തയച്ചത് ഖുർആനാണെങ്കിൽ ഓക്കെ, ഖുർആനിൽ വിശ്വസിക്കണം. അതുപോരാ, നിനക്ക് മുമ്പുള്ളവർക്ക് കൊടുത്തയച്ചതിലും വിശ്വസിക്കണം. അപ്പോൾ ഏതിലൊക്കെയാണ് വിശ്വസിക്കേണ്ടത്? ഏതാണ് ഈ മുമ്പുള്ളവർക്ക് കൊടുത്തയച്ചത്? അത് തൗറാത്തും ഇഞ്ചീലുമാണ് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. തൗറാത്തും ഇഞ്ചീലും മാത്രമല്ലല്ലോ മുമ്പുള്ളവർക്ക് കൊടുത്തയച്ചിട്ടുള്ളത്. 1,24,000 പ്രവാചകന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അയച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ ഭാഷയിൽ അയച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ പറഞ്ഞയച്ച ഒരു കിതാബും മലയാളത്തിൽ കൊണ്ടുവന്നൊരു കിതാബും മലയാളത്തിൽ പറഞ്ഞയച്ചൊരു ദൂതനും ഇവിടെ ഉണ്ടാവണം, ഹിന്ദിയിൽ പറഞ്ഞയച്ചത് ഉണ്ടാവണം, തമിഴിൽ പറഞ്ഞയച്ചത് ഉണ്ടാവണം. അപ്പോൾ അതിലൊക്കെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ആ സാധനം കാണണ്ടേ? അപ്പോൾ മുമ്പ് കൊടുത്തയച്ച കിതാബുകളിലാണ് വിശ്വസിക്കേണ്ടതെങ്കിൽ ഈ മുമ്പ് കൊടുത്തയച്ച കിതാബുകൾ നമ്മൾ കാണണ്ടേ? ലോകത്തെവിടെയും മുമ്പ് കൊടുത്തയച്ച ഒരു കിതാബും ഇല്ല. ഇനി ഉണ്ട് എന്ന് പറയുന്ന കിതാബ് എന്താ കോലം? തൗറാത്തിൻ്റെ ഇഞ്ചീലിൻ്റെ കോലം എന്താണ്? തൗറാത്തിൻ്റെ ഇഞ്ചീലിൻ്റെ കോലം എന്താണെന്ന് ഈ ഖുർആനിൻ്റെ തഫ്സീറുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ മൗദൂദിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പാറ്റ കോലം കെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് ആ പുസ്തകം തന്നെ ആകെ കോലം കെടുത്തി കേടുവരുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ നമ്മൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? നാട്ടുകാർ കോലം കെടുത്തി കേടുവരുത്തിയ തൗറാത്തിലും ഇഞ്ചീലിലും നമ്മൾ വിശ്വസിക്കണമെങ്കിലേ നമ്മൾ മുത്തക്കിയാവുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. അതുമാത്രമല്ല, ലക്ഷക്കണക്കിന് കിതാബുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും കൊടുത്തയച്ചിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ വിശ്വസിക്കണം, എന്നാലേ നമ്മൾ മുത്തക്കിയാവുള്ളൂ. അപ്പോൾ കൂട്ടരെ, നമ്മളിത് വിശ്വസിക്കണമെങ്കിൽ ഈ കിതാബുകൾ നമ്മൾ അതിൻ്റെ ഒറിജിനൽ കോലത്തിൽ കണ്ട് വായിച്ച് മനസ്സിലാക്കിയെങ്കിലല്ലേ അതിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതല്ല അള്ളാഹ് അങ്ങനെ കുറേ കിതാബ് കൊടുത്തയച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഏതൊക്കെയാണ് കൊടുത്തയച്ചത്? ഏതാണ് അള്ളാഹ് കൊടുത്തയച്ചത്? ഏതാണ് വേറെ പഠിച്ചവൻ കൊടുത്തയച്ചത്? ഏതൊക്കെയാണ് ഇബ്ലീസ് കൊടുത്തയച്ചത്? ഇതൊക്കെ നമ്മളെങ്ങനെ തിരിച്ചറിയാം? ഇനി തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും കാര്യത്തിൽ മൗദൂദി എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ വായിക്കാം. എത്രത്തോളം അത് ഇന്ന് ഈമാൻ കൊള്ളാൻ പറ്റുമെന്ന് ഇത് വായിച്ചിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. നൂറ്റാണ്ടുകളായി സംഭവിച്ച തുടർച്ചയായുള്ള അധപ്പതനം അവരെ സാക്ഷാൽ ദീനിൽ നിന്നും ബഹുദൂരം അകറ്റിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. തങ്ങളുടെ വേദഗ്രന്ഥമായ തൗറാത്തിൽ നിന്ന് യാതൊരു തെളിവും ലഭിക്കാത്ത അനിസ്ലാമികത്വത്തിൻ്റെ ബീജങ്ങൾ അവരുടെ ആദർശവിശ്വാസങ്ങളിൽ ധാരാളം കലർന്നു കഴിഞ്ഞിരുന്നു. യഥാർത്ഥ ദീനിൽ ഇല്ലാത്തതും തൗറാത്ത് മുഖേന സ്ഥാപിക്കാൻ കഴിയാത്തതുമായ എത്രയോ ആചാര സമ്പ്രദായങ്ങൾ അവരുടെ കർമ്മജീവിതത്തിൽ നടപ്പിലായി കഴിഞ്ഞിരുന്നു. തൗറാത്തിനെ തന്നെയും മനുഷ്യവചനങ്ങളുമായി അവർ കൂട്ടിക്കലർത്തിയിരുന്നു. ദൈവവാക്യങ്ങൾ വാക്കിലോ അർത്ഥത്തിലോ കുറേയൊക്കെ സുരക്ഷിതമായിരുന്നുവെങ്കിൽ തന്നിഷ്ടത്തിനൊത്ത വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വഴി അത് അവർ അലങ്കോലപ്പെടുത്തിയിരുന്നു. ദീനിൻ്റെ യഥാർത്ഥ ചൈതന്യം അവരിൽ നിന്നും പറ്റേ പോയി കഴിഞ്ഞിരുന്നു. ബാഹ്യമാത്രമായ മതാനുഷ്ഠാനത്തിൻ്റെ നിർജീവമായൊരു ചട്ടക്കൂടാണ് അവർ മാറോടടച്ച് പിടിച്ചിരുന്നത്. അപ്പോൾ തൗറാത്ത് തന്നെ കോലം കെടുത്തിയിരിക്കുന്നു, വിശ്വസിക്കാൻ പറ്റാത്ത കോലത്തിലാക്കിയിരിക്കുന്നു എന്നാണ് മൗദൂദി ഇവിടെ പറഞ്ഞത്. ഇത് മൗദൂദി മാത്രമല്ല, ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ഖുർആനിൽ തന്നെ ഇനി അത് പറയാൻ പോകുന്നുണ്ട്. ഈ അധ്യായത്തിൽ തന്നെ നമ്മളത് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്മാർ കേടുവരുത്തി കോലം കെടുത്തി അള്ളാൻ്റെ കിതാബ് അല്ലാതാക്കിയ സാധനങ്ങളിൽ നമ്മൾ എന്തിനാണ് കൂട്ടരെ വിശ്വസിക്കുന്നത്? ഇവിടെ ലോകത്തെവിടെയും കാണാത്ത നഷ്ടപ്പെട്ടു പോയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിതാബുകളിൽ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? അപ്പോൾ ഖുർആനിൽ വിശ്വസിച്ചാൽ പോരാ, ഖുർആന് മുമ്പ് കൊടുത്തയച്ചതിലും വിശ്വസിക്കണം എന്നത് ശുദ്ധ അസംബന്ധമാണ്. ഖുർആൻ അനുസരിച്ച് തന്നെ ശുദ്ധ അസംബന്ധമാണ്, അപ്രായോഗികമാണ്, അസാധ്യമാണ്. ഇല്ലാത്തതിൽ നമ്മളെങ്ങനെ, കാണാത്തതിൽ ഇല്ലാത്തതിൽ നമ്മളെങ്ങനെ വിശ്വസിക്കുക? എന്താണ് അതിലുള്ളത് എന്ന് അറിയാതെ നമ്മൾ എന്തിലാണ് വിശ്വസിക്കുക? ഇതാണ് ഖുർആനിലെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്. വൈരുദ്ധ്യങ്ങളുടെ കോമഡിയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നിടത്ത് തന്നെ കാണുന്നത്. 5-ാമത്തെ വാക്യം,
ഉലായിക അലാ ഹുദം മിൻ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അവരുടെ നാഥൻ കാണിച്ച നേർവഴിയിലാകുന്നു അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ. നാഥൻ കാണിച്ച നേർവഴിയുടെ കോലമാണ് നമ്മൾ ഈ പറഞ്ഞത്. മുമ്പുള്ളതിലും കൂടെ വിശ്വസിക്കണം. അതും നാഥൻ കാണിച്ച വഴിയാണെങ്കിൽ മുമ്പുള്ളതൊക്കെ മനുഷ്യന്മാർ കോലം കെടുത്തിയിരിക്കുന്നു. നാഥൻ അതൊന്നും സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യന്മാർ ഇതൊക്കെ കോലം കെടുത്തുമ്പോൾ നാഥൻ ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഈ മനുഷ്യന്മാരോട് ഈ കോലം കെട്ട കിതാബിലൊക്കെ വിശ്വസിക്കണം എന്ന മണ്ടത്തരമാണ് ഈ നാഥൻ പറയുന്നത്. അപ്പോൾ അന്ധവിശ്വാസികളായിരിക്കുകയും വേണം. ഒന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കാര്യങ്ങളിൽ, എന്താണെന്നറിയാത്ത കാര്യങ്ങളിൽ പോലും കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളവരാണ് മുത്തഖീങ്ങൾ. അങ്ങനെയുള്ളവർക്കാണ് പോലും ഈ ഖുർആൻ വഴി കാണിക്കുക. അടുത്ത വാക്യം, 6-ാമത്തെ വാക്യം, ഇന്നല്ലദീന കഫറു സവാഉ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. സത്യനിഷേധികളെ, അതായത് കാഫറുകളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു, അവർ വിശ്വസിക്കുന്നതല്ല. പോയില്ലേ, എല്ലാം പോയില്ലേ. കാഫറുകൾ ആയിട്ടുള്ള ആൾക്കാരെ നീ സത്യം പറഞ്ഞു കൊടുത്താലും അവർക്ക് താക്കീത് നൽകിയാലും താക്കീത് നൽകിയില്ലെങ്കിലും ഒക്കെ സമാണ്, അവരൊരു കാലത്തും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇത് മദീനയിൽ വെച്ചാണ് പറയുന്നതെങ്കിലും മക്കയിലുള്ള പഴയ ഖുറൈശി പ്രമാണിമാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്നാണ് വ്യാഖ്യാനങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത്. വാഹിദിയുടെ തഫ്സീറിൽ നോക്കൂ. ദഹാക്ക് പറയുന്നു, ദിസ് വാസ് റിവീൽഡ് അബൌട്ട് അബൂ ജഹൽ ആൻഡ് 6 people ഫ്രം എമംഗ്സ് ഹിസ് ഹൗസ് ഹോൾഡ്. അൽ കൽബി സെഡ് ദിസ് റെഫേഴ്സ് ടു ദ ജൂസ്. കൽബി പറയുന്നത് ജൂതന്മാരെ കുറിച്ചാണ്. പക്ഷേ ദഹാക്ക് പറയുന്നത് ഇത് അബൂ ജഹലിൻ്റെയും കൂട്ടരെയും കാര്യമാണ്. വേറെ ചിലർ പറയുന്നത് മക്കയിലുണ്ടായിരുന്ന വലീദ് ഇബ്നു മുഗീറയെ പോലുള്ള ഖുറൈശി പ്രമാണിമാരെ തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അവരൊന്നും ഇനി ഒരു കാലത്തും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. ഈ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ ബോധപൂർവം വിട്ടുപോയ കുറച്ച് പേരുകളുണ്ട്. അബൂ സുഫിയാനും അതുപോലെയുള്ള കുറേ ആൾക്കാരും വിട്ടുപോയിട്ടുണ്ട്. കാരണം എന്താണ്, ഇതൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ എഴുതപ്പെടുന്നത് ചരിത്രം കുറേ മുന്നോട്ട് പോയതിന് ശേഷമാണ്. അപ്പോൾ അബൂ സുഫിയാനെയും കൂട്ടരൊന്നും അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം അവരൊക്കെ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന അള്ളാഹുവിൻ്റെ ഈ പ്രവചനം പൊളിച്ചുകൊണ്ട് പിന്നീട് വിശ്വസിച്ച് ഇസ്ലാമായവരാണ്. അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാഫറുകൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് അള്ളാഹു ഇവിടെ പ്രവചിക്കുന്നത്. ആ പ്രവചനം പൊളിഞ്ഞതുകൊണ്ട് അതിനകത്ത് ബദർ യുദ്ധത്തിലും മരിച്ചുപോയവരും അതിനു മുമ്പ് ഇസ്ലാം ആകാതെ കൊല്ലപ്പെട്ടവരുമായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇസ്ലാമിൻ്റെ മുഖം രക്ഷിക്കാനുള്ള തരികിടയാണ് വ്യാഖ്യാതാക്കൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അന്ന് ഖുറൈശി പ്രമാണിമാരായിട്ടുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചാണ് മുഹമ്മദ് ഈ വാക്യം ഇറക്കിയിട്ടുള്ളത്. അതിൽ അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു, അയാളുടെ മക്കളുണ്ടായിരുന്നു, വലീദിൻ്റെ മക്കളുണ്ടായിരുന്നു, വായിലിൻ്റെ മക്കളുണ്ടായിരുന്നു, ആസിൻ്റെ മക്കളുണ്ടായിരുന്നു, ഇവരെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ ഒന്നും നേരെ ഒരു താക്കീതുകൊണ്ടും കാര്യമില്ല, അവരൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നും ഇനി തുടർന്ന് പറയാൻ പോകുന്ന അതിൻ്റെ കാരണവും ഒക്കെ ഖുർആനിൽ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ പ്രവചനം പൊളിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ബോധപൂർവം അവരിൽ നിന്ന് പിന്നീട് ഇസ്ലാമായവരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് ഇസ്ലാം ആവാത്ത കുറച്ച് ആൾക്കാരുടെ പേര് മാത്രം പെറുക്കിയെടുത്ത് അവിടെ കൊടുത്തുകൊണ്ട് വ്യാഖ്യാതാക്കൾ തരികിട കളിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഇവരൊന്നും വിശ്വസിക്കാതിരിക്കുന്നത്? അതിൻ്റെ കാരണമാണ് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവത്തും വലഹും അദാബുൻ അളീം. അവരുടെ ഹൃദയങ്ങൾക്കും കാതുകൾക്കും അള്ളാഹു മുദ്ര വെച്ചിരിക്കുന്നു, അടപ്പിട്ടിരിക്കുന്നു. അവരുടെ കണ്ണുകളുടെ മുകളിലും ഒരു മൂടി വെച്ച് അടച്ചിരിക്കുന്നു. അവർക്കാകുന്നു കനത്ത ശിക്ഷ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാഫറുകൾ താക്കീത് കൊടുത്തിട്ടും വിശ്വസിക്കാതിരിക്കുന്നത്? കാഫറുകളുടെ കുറ്റമല്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ സീൽ വെച്ച് മുദ്ര വെച്ച് അടച്ചു പൂട്ടിയിരിക്കുന്നു, ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നു. വയലാ സംഹിഹിം വയലാ അബ്സാരിയും, അവരുടെ കാതുകൾക്കും അവരുടെ കണ്ണുകൾക്കും അള്ളാഹു മൂടി വെച്ചിരിക്കുന്നു, അടപ്പിട്ട് മൂടിയിരിക്കുന്നു. അപ്പോൾ അവർ വിശ്വസിക്കാതിരിക്കാൻ കാരണം എന്താണ്? അവരല്ല, അള്ളാഹുവാണ്. അള്ളാഹുവിന് ഇതാണ് പണി. മനുഷ്യന്മാരുടെ ഹൃദയം മൂടിവെക്കുക, കണ്ണും കാതും മൂടിവെക്കുക, കാതിൽ ഈയ പുരുക്കി ഒഴിക്കുക, എന്നിട്ട് അങ്ങോട്ട് സന്ദേശങ്ങളും താക്കീതും ഒന്നാണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അടപ്പിട്ട് മൂടുക, ചാക്കിലിട്ട് പൊതിയുക. ഇതാണ് അള്ളാഹുവിൻ്റെ പണി. ആ പണി അള്ളാഹു ചെയ്യുന്നത് കൊണ്ടാണ് കാഫിറുകൾ വിശ്വസിക്കാത്തത്.
താക്കീത് കൊടുത്താലും അവരൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അബൂ സുഫിയാനെ പോലുള്ള ആൾക്കാരെ അള്ളാഹു മുദ്ര വെച്ച് അടച്ചു പൂട്ടിയിട്ടും അവരവസാനം അതെല്ലാം തച്ച് പൊട്ടിച്ച് അള്ളാഹുവിനെ തോൽപ്പിച്ച് ഇസ്ലാമിൽ ചേർന്നു എന്നുള്ളതാണ് മറ്റൊരു കോമഡി. ഇനി ഒരു സംശയവുമില്ലാത്ത അള്ളാഹിൻ്റെ കിതാബിൽ എങ്ങനെയാണ് മുസ്ലിം സമൂഹം, മുസ്ലിം ലോകത്ത് സംശയത്തിൻ്റെ സുനാമി വന്നുപെട്ടത് എന്ന് ഈ ഒരു വാക്യത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ അള്ളാഹു തന്നെയാണ് മനുഷ്യരെ വഴി പിഴപ്പിക്കുന്നത് എന്നത് ഖുർആനിലെ ഒരു ആവർത്തിച്ച് വരുന്ന പ്രഖ്യാപിത നയമാണ്. അള്ളാഹുവിൻ്റെ പണി തന്നെ മനുഷ്യരെ പിഴപ്പിക്കലാണ്. കാരണം അള്ളാഹു നരകത്തിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, നരകമേ നിൻ്റെ പള്ള ഞാൻ നിറച്ച് തരാം മനുഷ്യന്മാരെ കൊണ്ട്. അങ്ങനെ നരകത്തിനോട് വാക്ക് കൊടുത്തു പോയതുകൊണ്ട് നരകം നിറയ്ക്കാൻ വേണ്ടി അള്ളാഹു പരക്കം പാഞ്ഞ് നടന്നിട്ട് സകല മനുഷ്യരുടെയും ഹൃദയങ്ങൾക്ക് മൂടി വെക്കുകയും കണ്ണും കാതും അടപ്പിട്ട് മൂടുകയും ചെയ്യുകയാണ്, ഈമാൻ അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു തന്നെയാണ് എല്ലാവരെയും വഴിപഴപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് 100 കണക്കിന് സ്ഥലത്ത് ഈ ഖുർആനിൽ ആവർത്തിക്കുന്നുണ്ട്. ഇത് വിശ്വാസികളായ സമൂഹത്തെ കാലാകാലം വളരെ വലിയ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ വലിയ പിളർപ്പിന് കാരണമായിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ വലിയ തത്വചിന്താപരമായ ആശയ പാപ്പരത്വത്തിന് ഇത് കാരണമായിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു വിരോധാഭാസം ലോകത്ത് ഒരു വിശ്വാസ സംഹിതയിലുമില്ല. ഇവിടെ ദൈവവും പിശാചും ഒന്നാണ് എന്നാണ് ഈ കിതാബിൽ പറഞ്ഞു വെക്കുന്നത്. പിശാച് ചെയ്യേണ്ട പണി ദൈവം തന്നെ ചെയ്യുന്നു എന്ന് പരസ്യമായിട്ട് ഈ ഖുർആൻ ആവർത്തിക്കുകയാണ്. അപ്പോൾ കാഫറുകളായിട്ട് മനുഷ്യന്മാർ അവിശ്വാസികളായിട്ട് മാറുന്നത് അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മൂടിവെച്ചതുകൊണ്ടാണ് എന്ന് പറയുന്നു. എന്നിട്ട് മനുഷ്യർക്ക് ഫ്രീ വില്ലുണ്ട്, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്, അവരെ അള്ളാഹു പരീക്ഷിക്കുകയാണ് എന്നൊക്കെ ഇതിന് വിരുദ്ധമായിട്ട് വേറെയും പറയുന്നു. ഈ വൈരുദ്ധ്യങ്ങളിൽ കടന്ന് എങ്ങനെയാണ് വിശ്വാസികൾ ഉഴലുന്നത് എന്നും ആ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഇസ്ലാം എങ്ങനെയാണ് പല വിഭാഗങ്ങളായി മാറിയത് എന്നതൊക്കെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ച് ചിരിക്കാവുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിൽ നിന്ന് മുഅ്തസിലികൾ എന്ന് പറയുന്ന ഒരു യുക്തിവാദ വിഭാഗം ആദ്യം ഉണ്ടാവാൻ തന്നെ പ്രധാനമായ കാരണമായത് ഖുർആനിലെ ഈ വിരോധാഭാസമാണ്. ആ വിരോധാഭാസം ഇസ്ലാമിലെ തത്വചിന്താപരമായി വലിയ ഭിന്നിപ്പുണ്ടാക്കിയപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിലും അതിനെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടായി എന്ന് ഇവർ തന്നെ ഇവരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അധ്യായം വായിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ആ കിതാബ് അതിൽ യാതൊരു സംശയവും എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷേ വായിച്ച 7 വാക്യങ്ങളിലും സംശയമില്ലാത്ത ഒരു വാക്കുപോലും ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏറ്റവും വലിയ സംശയം ഉണ്ടാക്കിയ ആശയമാണ് ഈ പറഞ്ഞ ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു തന്നെയാണ് മനുഷ്യരുടെ ഹൃദയങ്ങൾ മൂടിവെക്കുന്നത് എന്ന ആശയം. ഇതിനെക്കുറിച്ച് മുഅ്തസിലികളെക്കുറിച്ച് അതിനെ പിന്തുടർന്നുകൊണ്ട് ഇന്നത്തെ ചില യുക്തി ചിന്തകരായിട്ടുള്ള വ്യാഖ്യാതാക്കൾ പറയുന്നതിനെക്കുറിച്ച് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കൂറ്റനാട് മുസ്ലിയാർ സുന്നി തഫ്സീറിൽ എഴുതി വെച്ച കാര്യം ഞാൻ വായിക്കാം. ഇവിടെ അഹ്ലു സുന്നത്തിൽ നിന്ന് പിഴച്ച മുഅ്തസിലികൾ പറയുന്നത് മുദ്ര വെച്ചത് അല്ലാഹുവല്ല മനുഷ്യൻ തന്നെയാണ് എന്നാകുന്നു. ഈ വാക്യവും ഇതുപോലുള്ള മറ്റനേകം ഖുർആൻ വാക്യങ്ങളും അവർ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്. അത്തരക്കാരിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ച് ഹാഫിദ് ഇബ്നു കസീർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: താനാണ് മുദ്ര വെച്ചതെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിരിക്കെ അതിനെ വളച്ചൊടിച്ച് അവനല്ല മുദ്ര വെച്ചത് മനുഷ്യൻ തന്നെയാണ് എന്ന് പറയുവാൻ അയാൾക്ക് ധൈര്യമുണ്ടായത് അയാൾ മുഅ്തസിലി ആയതുകൊണ്ട് തന്നെയാണ്. ആകയാൽ മുദ്ര വെക്കുന്നത് അള്ളാഹുവും അതിന് കാരണമായി തീരുന്നത് മനുഷ്യൻ്റെ ദുഷ്പ്രവൃത്തിയുമാകുന്നു. അള്ളാഹു പറയുന്നത് കാണുക, അവർ സത്യം നിഷേധിച്ച കാരണത്താൽ അവയുടെ മേൽ അള്ളാഹു മുദ്ര വെച്ചു. ഇത്രയും പറഞ്ഞതിൽ നിന്ന് CN മൗലവിയുടെ ഖുർആൻ പരിഭാഷയിൽ ചുരുക്കത്തിൽ അള്ളാഹു അല്ല മനുഷ്യൻ തന്നെയാണ് അവൻ്റെ ഹൃദയത്തിന് മുദ്ര വയ്ക്കുന്നത് എന്ന് പ്രസ്താവിച്ചത് പിഴച്ച കക്ഷിയുടെ വാദമാണെന്ന് വ്യക്തമായി. അപ്പോൾ അള്ളാഹു തന്നെയാണ് മനുഷ്യരെ വഴിപഴപ്പിക്കുന്നത് എന്ന വാദം അല്പം യുക്തിബോധമുള്ള ഒരു വിശ്വാസിക്ക് വിഴുങ്ങാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് CN അഹമ്മദ് മൗലവിയും മുഅ്തസിലിഹ പണ്ഡിതന്മാരും ഒക്കെ അള്ളാഹുവിനെ മെല്ലെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് മനുഷ്യനെ കുറ്റക്കാരാക്കാൻ ശ്രമിച്ചത്. പക്ഷേ സുന്നി മുസ്ലിയാർ പറയുന്നത് അങ്ങനെ മനുഷ്യനെ കുറ്റക്കാരാക്കേണ്ട, അള്ളാഹു തന്നെയാണ് മുദ്ര വയ്ക്കുന്നത്. മുദ്ര വെക്കാനൊരു കാരണം മനുഷ്യന്മാർ വിശ്വസിക്കാൻ കൂട്ടാക്കാത്തതുകൊണ്ടാണ് എന്നാണ്. മനുഷ്യന്മാർ വിശ്വസിക്കാൻ കൂട്ടാക്കാത്തതിൻ്റെ കാരണമാണ് ഖുർആനിൽ പറഞ്ഞത്, അതിൻ്റെ കാരണം അള്ളാഹു മുദ്ര വെച്ചതുകൊണ്ടാണ്.
മനുഷ്യർക്ക് വേണമെങ്കിൽ നേർമാർഗം സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ പറയുന്നത് വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹി റബ്ബുൽ ആലമീൻ. അതായത് അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല എന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം, പക്ഷേ നിങ്ങൾ സന്മാർഗം പ്രാപിക്കണോ വേണ്ടേ എന്ന് ഇച്ഛിക്കണമെങ്കിൽ അത് അള്ളാഹു ആദ്യം ഇച്ഛിക്കണം എന്നാണ് ഖുർആനിൽ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇച്ഛക്കനുസരിച്ചാണ് മനുഷ്യൻ്റെ ഇച്ഛകൾ പ്രവർത്തിക്കുന്നത്, ചിന്തകൾ പോലും പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇവിടെ മനുഷ്യന് എന്ത് ഫ്രീ വില്ല ഉള്ളത്? മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവൻ അള്ളാഹുവിൻ്റെ തീരുമാനവും അള്ളാഹുവിൻ്റെ ഇച്ഛയും അനുസരിച്ചാണ് എന്നല്ലേ എന്ന് മനസ്സിലാവുന്നത്. ഈ ഒരു വിധിവിശ്വാസം എന്ന് പറയുന്ന ഒരു ഏടാകൂടം, ഈ ഒരു അസംബന്ധം, ഈ ഒരു വിരോധാഭാസം ഈ ഖുർആനിൽ വന്ന് പെട്ടതുകൊണ്ട്, ഇത് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് ഇസ്ലാം എന്ന തത്വചിന്ത തന്നെ മുഹമ്മദിൻ്റെ കാലത്ത് തന്നെ വലിയ ആശയക്കുഴപ്പത്തിന് ഇടയായിട്ടുണ്ട്. മുഹമ്മദിന് ശേഷം ഇത് ഭിന്നിച്ച് ഛിന്ന ഭിന്നമായി പോയതിൻ്റെ കഥകളും നമ്മൾ ഈ ചരിത്രത്തിൽ വായിക്കുന്നു. ഇതാണ് ഖുർആൻ എന്ന് പറയുന്നൊരു സാധനം. ഒരു തലക്ക് വെളിവുള്ള ഒരു മനുഷ്യൻ പോലും അല്ല ഇതിലുള്ള ഈ ആശയങ്ങൾ അവതരിപ്പിച്ചത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വായിച്ച 7 വാക്യങ്ങളിലുള്ള വൈരുദ്ധ്യങ്ങളും ആ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മറ്റനേകം പ്രശ്നങ്ങളും വൈരുദ്ധ്യങ്ങളും. ഇസ്ലാം എന്ന വിശ്വാസ സംഹിത തന്നെ വിരോധാഭാസങ്ങളുടെ പടുകുഴിയിൽ ചെന്ന് വീഴുകയും ഇത് വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ആശയക്കുഴപ്പം കൊണ്ട് ഉഴലുകയും ചെയ്യുന്നത് ഇതുപോലുള്ള അസംബന്ധങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഖുർആനിൽ ഈ അസംബന്ധം വന്നു പെട്ടത് എന്ന് മക്ക കാലഘട്ടത്തിലെ ഖുർആൻ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് മക്കക്കാരുടെ മുമ്പിൽ ഉത്തരം മുട്ടി കൊഞ്ഞനം കൂത്താൻ വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞ വിഡ്ഢിത്തങ്ങളാണിത്. മക്കക്കാർ മുഹമ്മദ് പറയുന്ന ഓരോ കാര്യങ്ങളെയും യുക്തിയുക്തമായിട്ട് ചോദ്യം ചെയ്ത് മുഹമ്മദിനെ വെള്ളം കുടിപ്പിച്ച് മൂക്കുകുത്തി തള്ളിയിട്ടു. അതോടുകൂടി മുഹമ്മദിൻ്റെ മാനസിക സമനില തെറ്റിയിട്ട് പരസ്പര വിരുദ്ധമായി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞ കൂട്ടത്തിലെ ഏറ്റവും വലിയ അസംബന്ധമാണ്, ഏറ്റവും വലിയ വിരോധാഭാസമാണ് അള്ളാഹു തന്നെയാണ് മനുഷ്യരെ മുദ്ര വെച്ച് വഴിവെത്തെറ്റിക്കുന്നത് എന്ന ഈ തലയിലെഴുത്ത് സിദ്ധാന്തം. അങ്ങനെ വന്ന ഈ ഒരു സിദ്ധാന്തമാണ് ഇസ്ലാം എന്ന ഈ ആശയത്തിലെ ഏറ്റവും വലിയ ആഭാസ കോമാളിത്തരമായിട്ട് പരിണമിച്ചത്. അതുതന്നെയാണ് ഇസ്ലാം വിശ്വാസപരമായി തന്നെ ഏറ്റവും പാപ്പരായ ഒരാശയമായി ചരിത്രത്തിൽ പിന്നീട് മാറിയതും ഇസ്ലാമിൽ നിന്ന് നിരവധി ചിന്താ വിഭാഗങ്ങളായിട്ട് ആളുകൾ ഭിന്നിച്ചു പോവുകയും ചെയ്തത് ഈ കാരണം കൊണ്ടാണ്. അപ്പോൾ ഖുർആനിലെ ആദ്യത്തെ അധ്യായമായ അൽ ബഖറ എന്ന സൂറത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആ 7 വാക്യങ്ങളുടെ തന്നെ അർത്ഥവ്യത്യാസങ്ങളും അവ്യക്തതകളും അതുൾക്കൊള്ളുന്ന വിരോധാഭാസങ്ങളുമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇതാണ് ഖുർആൻ വായിച്ച് തുടങ്ങുന്ന ഒരാൾക്ക് തന്നെ അനുഭവപ്പെടുന്നത്. ബൈബിൾ വായിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഉൽപ്പത്തി വായിച്ച് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ചിരിച്ച് മണ്ണ് കപ്പാമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഖുർആൻ വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ വിരോധാഭാസങ്ങളിൽ മൂക്കുകുത്തി വീഴുന്ന ദയനീയമായ കാഴ്ച നമുക്ക് സ്വയം അനുഭവിക്കാൻ പറ്റും. ഇതാണ് അൽ ബഖറയുടെ തുടക്കത്തിൻ്റെ അവസ്ഥ. 8ാമത്തെ വാക്യം മുതൽ ഇതുപോലെയുള്ള വിരോധാഭാസങ്ങളും കോമഡികളും തുടരുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.